വിളിക്കാനുള്ള നേരം. ഹലോ, വൈകിട്ട് എന്നെ വിളിക്കാൻ വരില്ലേ? ഓ വരാം. നിന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോകില്ലല്ലോ. എവിടെ പോയി കിടക്കുവാ? എന്താ അമ്മ, ഗെയിം കളിക്കാൻ സമ്മതിക്കൂല. നിന്റെ ഒരു ഗെയിം. പഠിക്കാൻ ലീവ് കിട്ടിയിട്ട് ഗെയിമും കളിച്ചിരിക്കണ. അമ്മയുടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട്, നീ പോയി വാങ്ങിയിട്ട് വാ. ഓഹോ, പരീക്ഷ സമയത്ത് ഈ പണിയൊക്കെ ചെയ്യാം, ഗെയിം കളിക്കുന്നില്ലാണ് പ്രശ്നം. അമ്മയ്ക്ക് വേണ്ടിയല്ലേടാ, ഒന്ന് പോയിട്ട് വാ മോനെ. അമ്മ, അമ്മ, ചാവി എവിടെ വെച്ചേക്കണ്? നീ അച്ഛനെ വിളിച്ച് ചോദിക്ക്, അവിടെ കാണും. ആ അച്ഛൻ, വണ്ടിയുടെ ചാവി എവിടെ? കഴിഞ്ഞ ആഴ്ച നീ ഹെൽമെറ്റ് ഇടാതെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 500 രൂപ പെറ്റി അടച്ചേ ഉള്ളൂ. ഇനി നിനക്ക് ലൈസൻസ് കൂടി ഇല്ലെന്നറിഞ്ഞാൽ 25,000 രൂപ അടയ്ക്കേണ്ടി വരും. ഇനി നീ ലൈസൻസ് എടുത്തിട്ട് വണ്ടി എടുത്താൽ മതി. അമ്മ, അച്ഛൻ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ്. അവനെന്താ ബൈക്ക് കൊടുത്താല്? അവനെ നിങ്ങളെക്കാൾ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം. നിങ്ങൾ ചാവി എവിടെന്ന് പറ. ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിച്ച ഒരു കുഴപ്പവും ഇല്ലെന്നേ. നീ എന്തെങ്കിലും ചെയ്യും. അമ്മൂസ് എത്തുമ്പോഴേക്ക് ഇജ്ജ് വരണേ. ഹലോ അച്ഛാ. നീ കരയാതെ കാര്യം പറയടാ. അച്ഛാ സോറി അച്ഛാ, ഞാൻ പതുക്കെ തന്നെയാ പോയത്. പക്ഷേ ബൈക്ക് ഒരു ഓട്ടോയിലടിച്ച് മറിഞ്ഞച്ചാ. കണ്ടാ നീ കരയാതെടാ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലച്ചാ, എനിക്ക് ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ. പക്ഷേ ഓട്ടോയിലുണ്ടായിരുന്ന ഏതോ ഒരു കൊച്ചിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് പേടിയാവുന്ന അച്ഛാ, അച്ഛൻ ഒന്ന് വേഗം വാ. നീ പേടിക്കണ്ട, എന്ത് വന്നാലും അച്ഛനുണ്ട് നിന്റെ കൂടെ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. ഹലോ. എടാ ജോസേ, ചിക്കൻ വണ്ടി എടുത്തോണ്ട് ഏതോ ഓട്ടോ കൊണ്ടിടിച്ചടാ. അയ്യോ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിന്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോളാം. എടാ അതെല്ലാം ഓക്കെയാണ്, പക്ഷെ പ്രശ്നം അതല്ല, ചെക്കന് 18 തികഞ്ഞിട്ടില്ല. അയ്യോ, ഓ അതൊരു പ്രശ്നമാണല്ലോ. 18 തികയാതെ വണ്ടി ഓടിച്ചാലേ കുഴപ്പം അവനല്ല, നിനക്കാണ്. എടാ നമുക്ക് അതൊക്കെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തൂടെ? നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സംഗതി, ഇത്തിരി പ്രശ്നമാണത്. നീ അവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. എടാ നീ. ഹലോ അമ്മു, നീ എവിടെയാ? ഇത് അമ്മു അല്ല, മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കുട്ടി സഞ്ചരിച്ച ഓട്ടോ എന്ന് പറഞ്ഞു, ഒന്ന് വേഗം ഒന്ന് ഇതുവരെ വരണം. ഓട്ടോയിലുണ്ടായിരുന്ന ഏതോ ഒരു കൊച്ചിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവനെന്താ ബൈക്ക് കൊടുത്താല്? ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിച്ച ഒരു കുഴപ്പവും ഇല്ലെന്നേ. നമസ്കാരം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വാഹന അപകടങ്ങൾ എപ്പോഴും ആർക്കും സംഭവിക്കാം. വാഹനത്തിൻ്റെ അപകടത്തിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ നിയമം പാലിക്കുക തന്നെ വേണം. നിയമം പാലിക്കുന്നവർക്കാണ് നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മൂലം ഉണ്ടാവുന്ന വാഹന അപകടങ്ങളുടെ ഇൻഷുറൻസ് സംരക്ഷണം നഷ്ടപരിഹാര തുകയും വാഹന ഉടമയിൽ നിന്നാണ് ഈടാക്കുന്നത്. കൂടാതെ ഈ തരത്തിലുള്ള ഏർപ്പെടുന്ന കുട്ടികൾക്ക് 25 വയസ്സ് വരെ ലൈസൻസ് ലഭിക്കില്ല. അതുകൊണ്ട് രക്ഷിതാക്കളായാലും വാഹനം ഉടമയായാലും കുട്ടികൾക്ക് വാഹനം ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കരുത്. കളിച്ചു വളരേണ്ട ബാല്യം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.